തൃത്താലയിൽ ആവേശം തീർത്ത് വി.ടി. ബൽറാമിന്റെ പ്രഭാത നടത്തം. സംസ്ഥാനത്ത് UDF 100 സീറ്റ് കടക്കുമെന്നും തൃത്താല മണ്ഡലത്തിൽ UDF വിജയം നേടുമെന്നും വി.ടി. ബൽറാം പറഞ്ഞു. തൃത്താലയിലൊരു നല്ല തിരിച്ചുവരവ് UDF-ന് ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ആദ്യ ഘട്ടം തൊട്ട് ആ ഒരു പോസിറ്റിവിറ്റി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശുഭപ്രതീക്ഷയിലാണ്. കേരളത്തിൽ മുഴുവൻ UDF-ന്റെ ഒരു തരംഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തൃത്താല മാത്രമല്ല, കേരളം മുഴുവൻ UDF-ന് നല്ല വിജയപ്രതീക്ഷയുണ്ട്. ആവേശകരമായ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക്. വോട്ടെടുപ്പിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമായ ബൽറാം തന്റെ പ്രശസ്തമായ പ്രഭാത നടത്തം പുനരാരംഭിച്ചു. മേഴത്തൂർ മുതൽ കൂറ്റനാട് വരെയായിരുന്നു ഞായറാഴ്ചകളിലെ നടത്തം. തെരഞ്ഞെടുപ്പ് ഫലം കാണാനിരിക്കെ UDF-ന്റെ വിജയത്തിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് UDF സഖ്യം 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തീർച്ചയായിട്ടും LDF-ന് പോലും അങ്ങനെ അവർക്ക് 100 സീറ്റ് നേടാൻ സാധിക്കുമെന്നുള്ള അവകാശവാദം പോലും ഇല്ലല്ലോ. അവർ തന്നെ ഇപ്പൊ പറയുന്നത് എന്താ, ചെറിയ ഭൂരിപക്ഷത്തിൽ ഭരണം തുടരുമെന്നല്ലേ. 75 സീറ്റാണല്ലോ അവർ തന്നെ മാക്സിമം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് 100 സീറ്റ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ കണക്കുകളും ജനവികാരവും കേരളം മുഴുവൻ അലയടിക്കുന്ന ഭരണവിരുദ്ധ വികാരവും അതൊക്കെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് 100 സീറ്റ് ഇത്തവണ UDF-ന് ഉണ്ടാവും. നല്ല ഒരു സർക്കാർ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്കായി രൂപീകരിക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്ക് ശേഷം വിടവാങ്ങിയ പ്രഭാത നടത്തം വരും ദിവസങ്ങളിലും തുടരുമെന്ന് ബൽറാം അറിയിച്ചു. പ്രഭാത നടത്തത്തിൽ തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി ഉൾപ്പെടെയുള്ള നിരവധി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പങ്കാളികളായി. വഴിനീളെ നാട്ടുകാരുമായി കുശലം പറഞ്ഞും വിശേഷങ്ങൾ പങ്കുവച്ചുമാണ് ബൽറാം മുന്നോട്ട് നീങ്ങിയത്. കായികക്ഷമതയ്ക്കൊപ്പം ജനങ്ങളുമായുള്ള ഹൃദയബന്ധം പുതുക്കാനും ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.